എത്ര നേരമായി മീറ്റിംഗ് ആണ് അർജന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോറ് പോലും മുഴുവൻ കഴിച്ചില്ല. ഞാനാണെങ്കിൽ ഒരു മൂത്രം എടുത്തിട്ട് പകുതിക്ക് ഇട്ടിട്ട് പോന്നേക്കാണ്. അല്ല ടെസ്റ്റിങ്ങിനെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നു. ഓ നല്ല തിരക്കുണ്ടായി. എന്തിനാ വിളിപ്പിച്ചെന്നറിയാമോ? ഇല്ല സാറേ. വാക്സിൻ എടുത്തോ? ഏത് വാക്സിൻ? ഏത് വാക്സിൻ? എടോ കോവിഡ് പ്രതിരോധ വാക്സിൻ എടുത്തോ? ആ അത് എനിക്ക് എടുക്കണ്ടല്ലോ സാറേ. ആരോഗ്യ പ്രവർത്തകർ എല്ലാരും എടുത്തേ പറ്റൂ. അല്ല ഈ ലാബ് ടെക്നീഷ്യൻ ആരോഗ്യ പ്രവർത്തകരിൽ പെടും? പിന്നല്ലാതെ. എടോ ഡോക്ടേഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും ആശാ വർക്കേഴ്സും എല്ലാരും ആരോഗ്യ പ്രവർത്തകരാണ്. അപ്പൊ നമ്മളാണ് ആദ്യം എടുക്കേണ്ടത്. അതെ. പ്യാരിജാത, ഞാനൊരു കാര്യം ചോദിക്കണോണ്ട് ഒന്നും തോന്നരുത്. താൻ സത്യത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായോ? അത് സാറേ അങ്ങനെ ചോദിച്ചത്. എന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവിടെ ഉള്ളതല്ലേ. സർട്ടിഫിക്കറ്റിന്റെ കാര്യമൊന്നും പറയണ്ട. അതൊക്കെ ഇപ്പൊ ഏത് പോങ്ങനെ വേണമെങ്കിലും എവിടെ നിന്ന് ഒപ്പിക്കാം. ഞാൻ ചെയ്യണ റിസൾട്ട് ഒക്കെ ഇവിടെ കറക്റ്റ് അല്ലേ? സാറിനോട് അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട. വാക്സിൻ എടുക്കണം എന്ന് പറഞ്ഞാൽ എടുക്കണം. അത് നിർബന്ധമായിട്ടും ആരോഗ്യ പ്രവർത്തകർ എടുക്കണം. അതെ. അല്ല ഞാനൊന്ന് വീട്ടിൽ ചോദിച്ചിട്ട് എടുക്കാം സാർ. എന്തിനാ അതിന് വീട്ടിൽ ചോദിക്കണേ? സാറ് പറഞ്ഞ പിന്നെ അത് കേക്കണ്ടേ? ഹെൽത്ത് ഇൻസ്പെക്ടർ എടുത്തായിരുന്നോ? ഹെൽത്ത് ഇൻസ്പെക്ടർ എടുത്തായിരുന്നോ? ഞാനാ? ഇവിടത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ മണ്ടു അല്ലേ? അതെ. HI അതെ. എടുത്തായിരുന്നോ? ഇല്ല. എന്നിട്ടാണ് പിന്നെ ഇയാളെ ഉപദേശിച്ചേ? അല്ല സാറേ, ഇയാൾക്ക് അങ്ങനെ പ്രശ്നമില്ല. ഹസ്ബൻഡ് ഒന്നും പറയില്ലല്ലോ. എന്റെ ഹസ്ബൻഡ് സമ്മതിക്കണില്ല. ഹസ്ബൻഡ് എന്താ കുഴപ്പം? പുള്ളിക്ക് ഇഷ്ടല്ല വാക്സിൻ എടുക്കണത്. അദ്ദേഹം പറയണത് കേൾക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മണ്ടുവിന്റെ ഭർത്താവ് ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞാൽ പോവാതിരിക്കൂ? അങ്ങനെ അദ്ദേഹം പറയില്ല. അങ്ങനെ പറഞ്ഞു ഒന്ന് വെക്ക്. സാറേ പറയില്ല സാറേ. അല്ല ഒരു ദിവസം അങ്ങനെ പറഞ്ഞാലോ? സാറേ പറയില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ സാർ അത് തന്നെ പറയണ എന്തിനാ? ഇല്ല, മണ്ടുവിന്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞു. എന്റെ ഭർത്താവ് അങ്ങനെ പറയണ ആളല്ല. എനിക്കല്ലേ എന്റെ ഭർത്താവിനെ അറിയുള്ളൂ, സാറിന് അറിയില്ലല്ലോ. സാർ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. എങ്ങനെ ഉദ്ദേശിച്ചായാലും വാക്സിന്റെ കാര്യം പറഞ്ഞാൽ വാക്സിന്റെ കാര്യം, അല്ലാതെ എന്റെ ഭർത്താവിനെ ആരും കുറ്റപ്പെടുത്താൻ എനിക്ക് ഇഷ്ടമല്ല. എടുത്തോളും സാറേ, എടുത്തോളും. അല്ലാതെ നമ്മള് മാതൃകയാവണം. നമ്മൾ ആദ്യം എടുക്കണം. അതെ സാറേ, നമ്മൾ കുറെ പേർക്ക് ഒരു ഫസ്റ്റ് ഡോസ് കൊടുത്ത് വിട്ടിട്ടുണ്ടല്ലോ. ഇനി അടുത്ത ഡോസിന് അവര് ജീവനോടെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ എടുത്താൽ പോരെ എന്നാണ് മണ്ടു പറയണത്. എന്ത് മണ്ടത്തിലാണ് ഇതൊക്കെ? ആര് പറഞ്ഞതാണ്? നിങ്ങൾ ഈ ആരോഗ്യ പ്രവർത്തകർ ഒരിക്കലും ഇങ്ങനെയുള്ള സംസാരം പാടില്ല. എന്നാ സാറേ എനിക്ക് വേറൊരു സംശയമുണ്ട്. സാധാരണ ഈ വാക്സിൻ എന്നൊക്കെ പറഞ്ഞ ഒരു 10-12 വർഷം ഗവേഷണം നടത്തി അത് ആൾക്കാരിൽ പരീക്ഷിക്കും, എന്നിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടോന്ന് മാറി നിന്ന് നോക്കും. അത് വിജയിച്ചു കഴിഞ്ഞാലാണ് ആളുകളിലേക്ക് എത്തുള്ളൂ. ഇത് ഈ 1 വർഷം കൊണ്ട് എങ്ങനെ സംഭവിച്ചു? അതെങ്ങനെ നമ്മൾ വിശ്വസിക്കും? അതാണ് എന്റെ പ്രശ്നം. പണ്ടത്തെ 24 മണിക്കൂറല്ല ഇപ്പോഴത്തെ 24 മണിക്കൂർ. ഇപ്പോഴത്തെ 24 മണിക്കൂറിന് വെറും 12 മണിക്കൂറിന്റെ ദൈർഘ്യമേ ഉള്ളൂ. അപ്പോ വാക്സിൻ എന്ത് ചെയ്യും? 10 വർഷമൊന്നും വേണ്ട, 1 വർഷം കൊണ്ട് ഇറക്കാം. സാറ് പറഞ്ഞത് കറക്റ്റാണ് മണ്ടു മാഡം. ഇപ്പൊ ഈ ബാഹുബലി സിനിമയില്ലേ, ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയത് 3 കൊല്ലം കൊണ്ടാണ്. അതിന്റെ സെക്കൻഡ് പാർട്ട് 1 വർഷത്തിനുള്ളിൽ ഇറങ്ങിയില്ലേ. ടെക്നോളജി അത്ര സ്പീഡായേ. പറഞ്ഞതാണ് കാര്യം. ഇത്രേ ഉള്ളൂ മനസ്സിലാക്കാൻ. സിമ്പിൾ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആദ്യം വാക്സിൻ എടുക്കണം. നമ്മൾ വാക്സിൻ എടുത്ത് പബ്ലിക്കിന് ഒരു മാതൃകയാകണം. എന്നാലേ പൊതുജനങ്ങൾ ഇത് എടുക്കൂ. അല്ലെങ്കിൽ അവരും പേടിച്ചത് എടുക്കാതിരിക്കും. അല്ല സാറേ, പല രാജ്യങ്ങളിലും അവിടുത്തെ പ്രസിഡന്റുമാരും നേതാക്കന്മാരുമാണ് ഫസ്റ്റ് എടുത്തിട്ട് മാതൃക കാണിച്ചത്. നമ്മുടെ മന്ത്രിമാരും നേതാക്കന്മാരും ആദ്യം എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. ഒരു കാര്യം ചെയ്യും, ചെന്ന് നേതാക്കന്മാരെ മന്ത്രിമാരെയൊക്കെ എടുപ്പിച്ചിട്ട് എടുത്താൽ മതി. 2 പേരെടുത്തായിട്ട് ഞാൻ പറയാം. അടുത്ത ഡോസ് മെഡിസിൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 2 പേരും നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. ഇറ്റ്സ് മൈ ഓർഡർ. സാർ എടുത്താ? വാക്സിൻ എടുത്തായിരുന്നോ? എടുത്തു. ഒരു കുഴപ്പമില്ല. എന്ത് കുഴപ്പം? അല്ല വേദന ഉണ്ടായിരുന്നോ? വേദന നമ്മളൊരു നോർമൽ ഇഞ്ചക്ഷന്റെ വേദന, അത്രേ ഉള്ളൂ. അല്ലാതെ എന്താ കുട്ടി പറയണേ? വേറെ എന്ത് കുഴപ്പം? എന്നെ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? എന്തോ സാർ ഒരു പിച്ചുമ്പേയും പറയണ പോലത്തെ ഒരു ഫീൽ ഉണ്ട്. ഞാൻ എപ്പോഴും പറയണല്ലേ. വേറെ ഒരു കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ല. അപ്പൊ എപ്പോ എടുത്ത് സാർ ഇത്? ഞാൻ എടുത്ത് പിന്നെ 3 ആഴ്ച മുമ്പ്. വാക്സിൻ ഇപ്പോഴല്ലേ വന്നേ? അല്ല 3 ആഴ്ച മുമ്പ് കൊടുത്തു തുടങ്ങിയിട്ടില്ലല്ലോ. അല്ല 2 ആഴ്ച മുമ്പ്. ഇല്ല, കഴിഞ്ഞ ആഴ്ച. സാർ ശരിക്കും എപ്പോഴാ വാക്സിൻ എടുത്തത്? ഞാനേ സത്യം പറയാലോ, ഞാൻ എടുക്കാനായിട്ട് അവിടെ ചെന്നതും ലാസ്റ്റ് ഡോസ് തീർന്നു.
അപ്പൊ സാറ് എടുക്കാതെയാണോ ഞങ്ങൾ ഈ ഫെയർ ചെയ്തേ? ഒന്ന് എൻ്റെ ഭാര്യ എന്നെ പറഞ്ഞ് പേടിപ്പിച്ച്, ആ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്തതാ. അതാണ്. ഇല്ല, ഭാര്യ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. അപ്പൊ അടുത്ത ഡോസ് വന്നു കഴിഞ്ഞാൽ സാർ ആദ്യം എടുക്കും, എന്നിട്ട് ഞങ്ങൾ എടുക്കും. അതെ, ഞാനൊരു മൂത്രത്തിന്റെ പണിയിലാണ്. പോയിക്കോട്ടെ സാറേ. സാറേ എന്നാ പിന്നെ ഞാനും മീറ്റിംഗ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി ഒന്നും പറയാനില്ലല്ലോ? ഒന്നുമില്ല. ശരി സാർ, താങ്ക് യു. മീറ്റിംഗ് വിളിക്കണ്ട. മറിമായം